തിരുവാർത്ത പെരുമ്പാവൂർ വേങ്ങൂരിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. കൊച്ചുപുരക്കൽ കടവിൽ ഫ്രാൻസിസ് എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ നിന്നാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. നിതിൻ പ്രഭാകരൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ആനയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്ന വാർത്ത എന്താണ്? വിജി, പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്തിലെ കൊച്ചുപുരക്കൽ കടവിന് സമീപമാണ് കുട്ടിയാനയെ ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പെരിയാറിന് സമീപം വളരിയിൽ ഫ്രാൻസിസ് ചാക്കോയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ ആനക്കുട്ടിയെ കണ്ടെത്തിയത്. 2-3 ദിവസത്തെ പഴക്കമുണ്ട് ഈ ജഡത്തിന് എന്നാണ് വനപാലകർ പറയുന്നത്. കുട്ടിയാനയ്ക്ക് ഏകദേശം 5 വയസ്സ് കണക്കാക്കുന്നുണ്ട്. പെരിയാർ കടന്ന് ആനക്കൂട്ടം പതിവായി എത്തുന്ന മേഖല കൂടിയാണിത്. 2 ദിവസമായി രാത്രി എത്തുന്ന ആനക്കൂട്ടം രാവിലെ തിരിച്ച് പുഴ കടന്ന് പോകാൻ മടി കാണിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇതോടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് ഇത്തരത്തിൽ ഒരു കുട്ടിയാന ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വനത്തിൽ നിന്ന് പുഴ കടന്ന് തീറ്റ തേടിയെത്തിയ 20ഓളം ആനകളുള്ള കൂട്ടത്തിൽപ്പെട്ട കുട്ടിയാനയാണ് ചരിഞ്ഞതെന്നാണ് വനപാലകരുടെ ഒരു അനുമാനം. ഞായറാഴ്ച വൈകിട്ടാണ് ഇതുവഴി പോയ തൊഴിലാളികൾ ആനയുടെ ജഡം കണ്ടെത്തിയത്. വനപാലകർ പറയുന്ന വിവരമനുസരിച്ച് പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചു തിന്നാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തുകൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ആഘാതമേറ്റതെന്ന സംശയമാണ് വനപാലകരും നാട്ടുകാരും പങ്കുവെക്കുന്നത്. പ്ലാവിന് സമീപമാണ് മൃതദേഹം ആനയുടെ ജഡം കണ്ടെത്തിയത്. ഇതിന് ചുറ്റുമായി ചക്ക വീണ് കിടക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം കോട്ടപ്പാറ വനത്തിൽ സംസ്കരിക്കാനാണ് നിലവിൽ വനംവകുപ്പിന്റെ തീരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രദേശത്ത് നിരവധി തവണ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു. പതിവായി കൃഷിയിടങ്ങളിലും മറ്റും ആനകൾ എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ ഇത് വിവിധ സമയങ്ങളിൽ വനപാലകർക്കും വനം വകുപ്പിനും പരാതി നൽകിയിട്ടും കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കൂടി നടന്ന പ്രദേശമാണിത്. പുഴ കടന്ന് സ്ഥിരമായി ആനകൾ ഭക്ഷണം എടുക്കാനും അതോടൊപ്പം തന്നെ പുഴയിൽ വെള്ളം കുടിക്കാനും ഇവിടെ എത്താറുണ്ട്. ഇത്തരത്തിൽ എത്തിയ കാട്ടാനക്കൂട്ടത്തിലെ ശരി നിതിൻ.